വിപ്രോ എന്ന സ്ഥാപനത്തിലെ അസീം പ്രേംജിയെ നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊരു കഥയാണ് ഇന്നത്തെ സുഭാഷിതത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോഴാണ് വിപ്രോ സ്ഥാപകൻ അസീം പ്രേംജിയുടെ അച്ഛൻ മുഹമ്മദ് പ്രേംജി മരിക്കുന്നത്. തുടർന്ന് അദ്ദേഹം 21-ാം വയസ്സിൽ ഇന്ത്യയിലേക്ക് മടങ്ങി വന്നു. അച്ഛൻ്റെ സസ്യഎണ്ണ കമ്പനിയായ വെസ്റ്റേൺ ഇന്ത്യയുടെ ചുമതല അദ്ദേഹം ഏറ്റെടുത്തു. വിപ്രോ എന്ന പുതിയ പേരിൽ സോപ്പ് നിർമ്മാണത്തിലേക്കും ഹൈഡ്രോളിക് സിലിണ്ടറുകളിലേക്കും ലൈറ്റുകളിലേക്കുമൊക്കെ കമ്പനിയെ വൈവിധ്യവൽക്കരിച്ചു ഈ അസീം പ്രേംജി എന്ന ചെറുപ്പക്കാരൻ. ഈ പുതിയ സംരംഭങ്ങൾക്കായി കഴിവുറ്റ ഒരു ടീമിനെ സൃഷ്ടിക്കുന്നതിനായി മാനേജ്മെൻറ്റ് ബിരുദധാരികളെ നിയമിക്കുന്നതിനായി അദ്ദേഹം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അഹമ്മദാബാദിൽ എത്തി. പക്ഷേ ആ സമയത്ത് വിപ്രോ അത്ര പ്രശസ്തമല്ലാത്തൊരു ഡൂക്കളി കമ്പനിയായിരുന്നു. അസീം പ്രേംജിയുടെ ശ്രമങ്ങളെ IMA വളരെ സംശയത്തോടെയാണ് കണ്ടത്. എന്തിനാ അയാൾക്ക് ഇത്രയും നല്ല പ്രൊഫഷണലുകൾ എന്നൊക്കെയായി അവരുടെ സംശയം. വിദ്യാർത്ഥികളുമായി ഒന്ന് സംസാരിക്കാൻ പോലും അദ്ദേഹത്തിന് ഇവർ അവസരം കൊടുത്തില്ല. തുടക്കത്തിൽ വലിയ തിരിച്ചടിയായ അസീം പ്രേംജി, പക്ഷേ അദ്ദേഹം പിന്മാറാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹത്തിന് കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം അങ്ങനെ തന്നെ കത്തിപ്പോകാൻ അദ്ദേഹം അനുവദിച്ചില്ല. കമ്പനിയുടെ സാധ്യതകളിലും അതിൻ്റെ ഭാവി പദ്ധതികളിലും അദ്ദേഹം വിശ്വാസം അർപ്പിച്ചു. വിപ്രോ മുന്നോട്ട് പോവുകയാണ്. അസീം പ്രേംജി അങ്ങനെ തന്നെ പോയി. പിൽക്കാലത്ത് വിപ്രോ ഒരു ബഹുരാഷ്ട്ര കോർപ്പറേഷനായി വളരുകയായിരുന്നു. അത് പിന്നീട് ചരിത്രമായി. ഇന്ന് $32 ബില്യൺ മൂല്യമുള്ള കമ്പനിയാണ് വിപ്രോ. തുടക്കകാലത്ത് ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടെങ്കിലും അദ്ദേഹം കാണിച്ച അസാമാന്യ ധൈര്യം, ആത്മവിശ്വാസം അതൊക്കെയാണ് അസീം പ്രേംജിയുടെ ജീവിതത്തിൽ വഴിത്തിരിവായതും ഒരുപക്ഷെ വിപ്രോ എന്ന കമ്പനി ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികളൊന്നായി മാറിയതും. എല്ലാ വിജയങ്ങൾക്കും പിന്നിലും ഉറച്ച ചില തീരുമാനങ്ങളുണ്ടാകും. അതുപോലെ പാറ പോലെ ഉറച്ചു നിൽക്കുന്നതിൽ ആത്മവിശ്വാസം ഉണ്ടാകും. ആ ധൈര്യമാണ് ഒരാൾക്കൊരു സ്ഥാപനം നടത്തുമ്പോഴും സ്ഥാപനം തുടങ്ങുമ്പോഴും എന്തെങ്കിലും ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുമ്പോഴും ഒക്കെ വേണ്ടത്. അസീം പ്രേംജിയുടെ ആ ആത്മവിശ്വാസവും ധൈര്യവും ഇന്ന് വിപ്രോയെ മഹാസ്ഥാപനമാക്കി മാറ്റിയതുപോലെ നമ്മുടെ ജീവിതത്തിനും ചില അഴിച്ചുപണികൾ നടത്താൻ ഈ ധീരതയും ആത്മവിശ്വാസവും ഉപകരിക്കും. ആ ഒരു നല്ല ചിന്തയോടെ നമുക്കിന്ന് മോർണിംഗ് ഷോ തുടരാം.